ഏറ്റവും പുതിയ പാഷൻ പ്ലസിൻ്റെ വിശേഷങ്ങൾ കാണാം. ബർസബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. ഹീറോ ഇപ്പോൾ പാഷൻ പ്രോയെ നിരത്തിലാക്കിക്കൊണ്ട് പാഷൻ പ്ലസ് മാത്രമാണ് നിരത്തിലിറക്കുന്നത്. പണ്ട് മുതലേ ഏറെ ജനപ്രീതി നേടിയ ഒരു മോഡലാണ് ഹീറോ പാഷൻ പ്ലസ്. ഒരുപാട് സെയിൽ നേടിയ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഈ പാഷൻ പ്ലസ്. ഇപ്പോഴും ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം ഹീറോയുടെ ലോഗോ കാണാം. പിന്നെ വിശാലമായിട്ടുള്ള ആ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷനും സൈഡ് ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത് ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായി നമ്പർ പ്ലേറ്റിൻ്റെ സെക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിന് പഴയതിൽ നിന്ന് പറയാനില്ല. പിന്നെ പഴയ ആ പാഷൻ പ്ലസിൻ്റെ അതേ രൂപം തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ടൊരു മെലിച്ചിൽ ഫീൽ, അതായത് ചെറുതായിട്ടൊരു നാരോ ഫീൽ നമുക്ക് ഇതിനകത്ത് തോന്നുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ പഴയതിൽ നിന്നും അധികം മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ്. പിന്നെ കൂടുതലായിട്ടും മാറ്റം വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗ്രാഫിക്സിലൊക്കെയാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ മഡ് ഗാർഡും അലോയ് വീലും കാണാം. ഈ വീലിനകത്ത് വൈറ്റ് കളറിലുള്ള സ്റ്റിക്കർ ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അട്രാക്റ്റീവാണ്. 18/100 R80 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് സാധാ പോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുന്നത് സാധാ ഡ്രം ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലുള്ള ഡിസൈനിങ്ങിലാണ്. കൂടുതൽ സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്ത് ഒരു ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസം ഈ ഗ്രാഫിക്സിൽ വരുത്തിയിട്ടുണ്ട്. ടാങ്കിലും സൈഡ് കവറിലുമെല്ലാമാണ് ഈ ഒരു ഗ്രാഫിക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ടാങ്കിന് താഴെയായി തന്നെ ഒരു യൂട്ടിലിറ്റി ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. 4 കളറിൽ നമുക്ക് പാഷൻ പ്ലസ് ലഭ്യമാണ്. നെക്സസ് ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ഗ്രേ, റെഡ് ആൻഡ് ഗ്രേ, സ്പോർട്സ് റെഡ് എന്നിങ്ങനെ 4 കളറിൽ നമുക്ക് ഈ പാഷൻ പ്ലസ് ലഭ്യമാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 97.2 cc എഞ്ചിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 7.9 bhp പവറും അതുപോലെ 8.05 Nm ടോർക്കും ഇതിനകത്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു നോർമൽ രീതിയിലുള്ള എഞ്ചിൻ, അതായത് ഒരു മൈലേജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഇതൊരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ മൈലേജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വാഹനം, ഈ ഒരു എഞ്ചിൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 60-65 മൈലേജ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഹീറോയുടെ ഇപ്പോഴത്തെ എല്ലാ വാഹനത്തെയും പോലെ തന്നെ i3 ടെക്നോളജിയുടെ ബാഡ്ജിങ് നമുക്കിതിനകത്ത് കാണാം. ഇതിൻ്റെ റിയറിൽ ട്വിൻ ട്യൂബ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പൊതുവെ പാഷൻ പ്ലസിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ്. കാരണം ഇതൊരു ഫാമിലി ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സസ്പെൻഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. റിയറിലെ ബ്രേക്ക് വന്നിട്ട് IBS ടെക്നോളജിയിലാണ്. ഇത് ഡ്രം ബ്രേക്ക് തന്നെയാണ്. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഡിജിറ്റലും അനലോഗും മിക്സ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൽ വരുന്നത്. സ്പീഡോമീറ്റർ വന്നിട്ടുള്ളത് അനലോഗിലും മറ്റേ സെക്ഷൻ വരുന്നത് ഡിജിറ്റലിലുമാണ്. ഡിജിറ്റൽ മീറ്ററിൽ ട്രിപ്പ് ഡീറ്റെയിൽസ്, ഫ്യൂൽ ഇൻഡിക്കേറ്റർ, അതുപോലെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ, എഞ്ചിൻ ചെക്ക് ഇൻഡിക്കേഷൻ, ന്യൂട്രൽ, ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്റർ, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. i3 ടെക്നോളജിയുടെ ഒരു സിമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഹോണ, ഇൻഡിക്കേറ്റർ, പാസ് ലൈറ്റ്, അതുപോലെ ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചൊക്കെ നമുക്കിവിടെ കാണാം. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും എൻജിൻ കിൽ സ്വിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കും. നല്ല വീതിയുള്ള കംഫർട്ടായിട്ടുള്ള സീറ്റാണ് പാഷൻ പ്ലസിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് യാത്രയൊക്കെ നല്ലതായിരിക്കും. ഇതിൻ്റെ ടെയിൽ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേനും ടെയിൽ ലാമ്പൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു റിഫ്ലക്ടർ കാണാം. അതുപോലെ ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ തന്നെ ഹാലജൻ തന്നെയാണ്. ഹാലജൻ ബൾബാണ് ഇതിന് പൊതുവെ കൊടുത്തിട്ടുള്ളത്. ഓവറോൾ ഇതിൻ്റെ ഒരു ലുക്ക് വളരെ നല്ല ബെറ്ററായിട്ടാണ്, ആദ്യത്തിൽ നിന്നും ബെറ്ററായിട്ടുള്ള രീതിയിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. 12 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 115 കിലോഗ്രാമാണ്. അതുപോലെ സീറ്റ് ഹൈറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ 790 mm സീറ്റ് ഹൈറ്റാണ് ഇതിന് വരുന്നത്. 168 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. ഇതിൻ്റെ മൊത്തം ലെങ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 1982 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്.
10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വണ്ടി പുറത്തിറക്കാവുന്നതാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,00,000 രൂപയിലുള്ളിൽ, അതായത് 99,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 36 മാസത്തെ ഒരു EMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3,550 രൂപയായിരിക്കും 36 മാസം വരുന്നത്. ഇനി അത് 48 മാസത്തിലേക്ക് വരുമ്പോഴത്തേനും 2,950 രൂപയാണ് വരുന്നത്. 60 മാസത്തേക്ക് ഇടുമ്പോഴത്തേനും 2,574 രൂപയാണ് EMI ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പാഷൻ പ്ലസിൻ്റെ വിശേഷങ്ങൾ. ഏറ്റവും കൂടുതൽ ഫാമിലി ഉപയോഗിക്കുന്ന, ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളൊരു വാഹനമാണ് പാഷൻ പ്ലസ്. ഇപ്പോഴും അത് തുടർന്ന് നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് പാഷൻ പ്രോയിലുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.